Good morning, all of you. IGNOU യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗാന്ധിയൻ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെഷനാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് എക്കണോമിക് ഐഡിയാസ് ഓഫ് മഹാത്മാഗാന്ധി. അപ്പോൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഒരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാം, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ടുമായി ബന്ധപ്പെട്ട്, എക്കണോമിക് തിയറീസുമായി ബന്ധപ്പെട്ട്, എക്കണോമിക് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ എന്തായിരുന്നു എന്ന് വേണം നാം നോക്കാൻ. അപ്പോൾ അതിനോട് മുന്നോടിയായിട്ട് തീർച്ചയായിട്ടും എന്താണ് എക്കണോമിക് ലോസ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എക്കണോമിക് ലോസ് എന്ത്? ഗാന്ധിജി പറയുന്നത് എക്കണോമിക് ലോസ് പ്രധാനമായും ഉദ്ദേശം എന്താണെന്നറിയാമോ? അതിൻ്റെ അറ്റ് മെറ്റീരിയൽ പ്രോഗ്രസ്. അപ്പോൾ ഇവിടെ സാമ്പത്തിക നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ്? ഭൗതികമായ പുരോഗതി സമൂഹത്തിന് നേടുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ സമൂഹത്തിലൊരു ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയോ ഒരു മോറൽ അഡ്വാൻസ്മെൻറ്റ്, ധാർമ്മികമായ ഉയർച്ച, സാമ്പത്തികമായ ഉന്നമനം, ഭൗതികമായ നേട്ടം, ഇവയെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എക്കണോമിക് ലോസ്. സോ വൺസ് അഗെയിൻ, എക്കണോമിക് ലോസ് അക്കോർഡിംഗ് ടു ഗാന്ധി, those laws which aims at material progress as well as social harmony and moral achievement or advancement, which should be formulated according to the laws of nature. ഇത് രൂപപ്പെടുന്നത് പ്രകൃതിയുടെ ചില നിയമങ്ങൾക്ക് കൂടി വിധേയമായി കൊണ്ടാണ്. സോ ദെയർ ഈസ് നോ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി ലോസ് ഓഫ് നേച്ചർ ആൻഡ് ദി ലോസ് ഓഫ് എക്കണോമിക്സ്. അപ്പോൾ നേച്ചറാണ് എക്കണോമിക്സിന് അടിത്തറ. പ്രകൃതി ഉണ്ടെങ്കിലേ എക്കണോമിക്സ് ഉള്ളൂ. സമ്പത്തിൻ്റെ ഉറവിടം, നമ്മുടെ സമ്പത്തിൻ്റെ ഉറവിടം നമുക്ക് നൽകുന്നത് ഇവിടെ നിന്നാണ്, പ്രകൃതിയിൽ നിന്നല്ലേ. അതുകൊണ്ട് പ്രകൃതിയുടെ തിയറിയും സാമ്പത്തികത്തിൻ്റെ തിയറിയും തമ്മിൽ വലിയ അടുത്ത ബന്ധമാണ്. പ്രകൃതി ഇല്ലെങ്കിൽ സമ്പത്തില്ല. അതുകൊണ്ടാണ് ദർ ഈസ് നോ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലോസ് ഓഫ് നേച്ചർ ആൻഡ് ലോസ് ഓഫ് എക്കണോമിക്സ്. ദ ലോസ് ഓഫ് നേച്ചർ ആർ യൂണിവേഴ്സൽ. അപ്പോൾ നേച്ചർ ലോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് യൂണിവേഴ്സലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം എക്കണോമിക് ലോസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആർ നോട്ട് യൂണിവേഴ്സൽ. പ്രായോഗികമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക തിയറി എന്ന് പറയുമ്പോഴേക്കും അത് ഒരിക്കലും പ്രാപഞ്ചികമല്ല. പ്രാപഞ്ചികം എന്നത് പ്രകൃതിയാണ്. ദ എക്കണോമിക് ലോസ് ഓഫ് ദി കൺട്രി ആർ ഡിറ്റർമിൻഡ് ബൈ ദ ക്ലൈമാറ്റിക്, ജിയോളജിക്കൽ, ടെമ്പറമെൻ്റൽ കണ്ടീഷൻസ് ഓഫ് ദാറ്റ് കൺട്രി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് തിയറീസിന് രൂപം കൊടുക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത് പ്രധാനമായിട്ടും അവിടെ നിലവിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ, ജിയോളജിക്കൽ കണ്ടീഷൻ, ദെൻ ടെമ്പറമെൻ്റൽ കണ്ടീഷൻ എല്ലാം കൂടി ചേർന്നിട്ടാണ്. ഹെൻസ് ദ വേരി വിത്ത് കണ്ടീഷൻസ് ഓഫ് ദ നേഷൻ. അതുകൊണ്ട് തന്നെ ഇവയിലെല്ലാത്തിലും ഓരോരോ രാജ്യത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് എന്തുണ്ടായിരിക്കും? അവയിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഒന്നാമത്. അപ്പോൾ എക്കണോമിക് ഐഡിയ, മഹാത്മാഗാന്ധിയുടെ എക്കണോമിക് ഐഡിയാസിൻ്റെ പില്ലേഴ്സ്, അതിലൊന്നാമത്തതാണ് എക്കണോമിക് ലോസ്. സെക്കൻഡ് വൺ ഏതാണ്? നോൺ വയലൻറ്റ് എക്കോണമി. സോ ഗാന്ധിജി അഡ്വക്കേറ്റഡ് ദ തിയറി ഓഫ് നോൺ വയലൻസ് ആൻഡ് ഹെൻസ് ഹിസ് എക്കണോമിക്സ് മേ ബി കാൾഡ് എക്കണോമിക്സ് ഓഫ് നോൺ വയലൻസ്. എന്താ ഗാന്ധിജി പ്രചാരത നടത്തിയത്? അക്രമരാഹിത്യത്തിനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സാമ്പത്തിക ശാസ്ത്രം എന്നത് പ്രധാനമായിട്ടും എക്കണോമിക്സ് ഓഫ് നോൺ വയലൻസ് ആണ്, അക്രമരാഹിത്യത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, ദ പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ വയലൻസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഗാന്ധിയൻ ഫിലോസഫി. അപ്പോൾ നോൺ വയലൻസിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഗാന്ധിജിയൻ ഫിലോസഫിയാണ്, ഗാന്ധിജിയുടെ തത്വശാസ്ത്രമാണത്. അപ്പോൾ ഗാന്ധിയൻ തത്വശാസ്ത്രം എന്തിലധിഷ്ഠിതമാണ്? നോൺ വയലൻസിൽ, അക്രമാധിഷ്ഠിതമായ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. As there was no industry and no activity without a certain violence, he wanted to minimize it. അപ്പോൾ വയലൻസ് കൂടാതെയുള്ള എന്തൊരു പ്രവർത്തനവും, അക്രമം കൂടാതെയുള്ള വ്യവസായ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തുമാവട്ടെ, അഥവാ ഇനി അവിടെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയെല്ലാം മിനിമൈസ് ചെയ്ത് നിർത്തണം. ആസ് ദെയർ വാസ് നോ ഇൻഡസ്ട്രി ആൻഡ് നോ ആക്ടിവിറ്റി വിത്തൗട്ട് സെർട്ടൺ വയലൻസ്, ഹീ വാണ്ടഡ് ടു മിനിമൈസ്. ഇത് അക്രമമില്ലാതെ ഒരു പ്രവൃത്തിയും ഇല്ലാത്ത എന്ന സാഹചര്യമാണ് ഇവിടെ നിലവിലെങ്കിൽ
ആ അക്രമത്തിൻ്റെ തോതിനെ പരമാവധി കുറച്ചു നിർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഹി ബിലീവ്ഡ് ദാറ്റ് വയലൻസ് ഇൻ എനി ഫോം ദാറ്റ് ബ്രീഡ്സ് ഗ്രേറ്റർ വയലൻസ്. ഏതെങ്കിലും രൂപത്തിലുള്ള ചെറിയ രൂപത്തിലുള്ള ഒരു അക്രമം അത് തീർച്ചയായിട്ടും അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും അതേപോലെ തന്നെ ഗ്രേറ്റർ വയലൻസിന് അത് വഴിതെളിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഓക്കെ, ഹി ഡിഫൈൻഡ് എ നോൺ വയലൻ്റ് ഒക്കുപ്പേഷൻ. അക്രമരഹിതമായ അക്രമമില്ലാത്ത ഒരു സിറ്റുവേഷൻ, അതിന് പറ്റുന്ന തൊഴിലിടമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹി ഡിഫൈൻഡ് നോൺ വയലൻ്റ് ഒക്കുപ്പേഷൻ ആസ് വൺ വിച്ച് ഈസ് ഫണ്ടമെൻ്റലി ഫ്രീ ഫ്രം വയലൻസ് ആൻഡ് വിച്ച് ഇൻവോൾവ്സ് നോ എക്സ്പ്ലോയിറ്റേഷൻ ഓർ എൻവി ഓഫ് അതേഴ്സ്. അതായത് വയലൻസിൽ നിന്ന് സ്വതന്ത്രമായി നിൽക്കുന്ന സാഹചര്യത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, അക്രമപരമായ ഒരു സാഹചര്യമാവരുത്. അവിടെ മറ്റുള്ളവരുടെ അസൂയയോ മറ്റുള്ളവരുടെ ചൂഷണമോ ഒന്നും തന്നെ ഉണ്ടാവരുത്. അപ്പോൾ ചൂഷണത്തിനും അസൂയയ്ക്കും ഒന്നും വിധേയമാവാതെ അക്രമരഹിതമായ, അക്രമത്തിൻ്റെ വഴിയിലല്ലാത്ത, അക്രമത്തിൻ്റെ പാതയിലൂടെ അല്ലാതെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും സാധാരണ മനുഷ്യർക്ക് തൊഴിലിടം എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ നോൺ വയലൻ്റ് ഒക്കുപ്പേഷനാണ് അദ്ദേഹം പ്രിഫർ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള തൊഴിലിടങ്ങളിൽ നിന്നും കിട്ടുന്ന വരുമാനം, അതിലൂടെ സമ്പത്ത്, അങ്ങനെയുള്ള ഒരു ആശയമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നത്. ദ സൊല്യൂഷൻ ഓഫ് ഇന്ത്യൻ ബേസിക് പ്രോബ്ലംസ് ലൈസ് ഇൻ ദി പ്രാക്ടീസ് ഓഫ് നോൺ വയലൻസ്. അപ്പോൾ ഇന്ത്യൻ ബേസിക് പ്രോബ്ലംസ്, ഇന്ത്യൻ എക്കോണമിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അദ്ദേഹം പറയുന്നത് നോൺ വയലൻസിനെ പ്രാക്ടീസ് ചെയ്യുക. ഗാന്ധിജി ക്യാപിറ്റലിസത്തെ എതിർത്തിരുന്ന ഒരാളാണ്. കാരണം ക്യാപിറ്റലിസം എന്നുള്ള ആ ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റേഷന് വഴിതെളിക്കും. ഹ്യൂമൻ ലേബറിനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഇടയാക്കുന്നത്. അതായത് മനുഷ്യൻ്റെ തൊഴിൽ ശക്തിയെ പരമാവധി ചൂഷണം ചെയ്യുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരിക്കും ക്യാപിറ്റലിസം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തായിരുന്നു? ഹി ബിലീവ്ഡ് ദാറ്റ് നേച്ചർ പ്രൊഡ്യൂസ്ഡ് ഇനഫ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻസ് ഓഫ് ദ പീപ്പിൾസ് വാണ്ട്സ് ആൻഡ് ദെയർ വുഡ് ബി നോ pauperism and starvation if everybody took only that much and that was sufficient to him. അതായത് നേച്ചർ ഇവിടെ വേണ്ടുവോളം നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങളെ കാര്യക്ഷമമായിട്ട് അതിനെ കണ്ടെത്തുകയും അതിൻ്റെ രൂപമാറ്റപ്പെടുത്തിയിട്ട് നമ്മളുടേത് മാത്രമായ ഉപയോഗത്തിന് എടുക്കുകയും ചെയ്യണം. അത് പരമാവധി കൊള്ളയടിച്ച് ഇപ്പോൾ തന്നെ തീർക്കാമെന്ന ചിന്ത മനുഷ്യനിൽ പാടില്ല. മറിച്ച് നാളെയും ഇവിടെ നമ്മളെപ്പോലെ വരും തലമുറ വരും, അവർക്ക് ഉപയോഗിക്കാനുള്ളത് സംരക്ഷിക്കേണ്ട നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് നാം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നമ്മൾക്ക് ഇവിടെ വേണ്ടതുമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുവാൻ വേണ്ട വിഭവങ്ങൾ പ്രകൃതി അനുഗ്രഹിച്ച് നൽകുന്നുണ്ട്. ആ പ്രകൃതി അനുഗ്രഹിച്ച് നൽകുന്നത് കൊണ്ട് തന്നെ അത് നമ്മളുടെ തൃപ്തിക്ക് ആവശ്യം വേണ്ട രീതിയിൽ തന്നെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, മനുഷ്യൻ്റെ സംതൃപ്തി, ഇവയെല്ലാം തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? അത് നിറവേറാൻ സാധിക്കും. നമ്മൾ വെറുതെ പാപ്പരിസം കാണിച്ചിരിക്കേണ്ട കാര്യമില്ല, പട്ടിണിക്ക് വിധേയമാവേണ്ട കാര്യമില്ല. എല്ലാവരും തന്നെ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആവശ്യമുള്ളത് സഫിഷ്യൻ്റ് മാനറിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് മാത്രം എടുക്കുക. അതിനുപരിയായിട്ട് അതിനെ ചൂഷണം ചെയ്യാതെ ഇരിക്കുവാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനുള്ള പോംവഴി. അദ്ദേഹം അതുകൊണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാപിറ്റലിസത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ക്യാപിറ്റലിസം എന്നത് ചൂഷണം ചെയ്യാനുള്ള, മുതലാളിമാർക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുള്ള വഴിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് അബൌട്ട് നോൺ വയലൻ്റ് എക്കോണമി. ദെൻ അഗെയിൻ തേർഡ് പോയിൻ്റ് ഡിസെൻട്രലൈസേഷനാണ്. ഡിസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വികേന്ദ്രീകരണമാണ്. അപ്പോൾ ഈ വികേന്ദ്രീകരണത്തിൻ്റെ പ്രത്യേകത എന്താ പറയുന്നത്? ദാറ്റ് ഈസ് ഗാന്ധിജി വാസ് ഇൻ നോട്ട് ഫേവർ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ. ഗാന്ധിജി ഒരിക്കലും അനുകൂലമായ ഒരു നിലപാടെടുത്തിരുന്നില്ല വൻതോതിലുള്ള വ്യവസായവൽക്കരണത്തിനോട്. കാരണം വ്യവസായവൽക്കരണം വൻതോതിലുണ്ടാകുമ്പോൾ ക്യാപിറ്റാലിസ്റ്റിന് വളരാനാണ് അത് അനുവാദം ഉണ്ടാക്കുന്നത്. കാരണം അത് റെസ്പോൺസിബിൾ ആകുന്നത് മെനി സോഷ്യോ എക്കണോമിക് ഈവിൾസ് ഉണ്ടാകാനിടയാകും. സാമൂഹികവും സാമ്പത്തികവുമായ ചില ദുരന്തമുഖങ്ങളാണ്. കാരണം വ്യവസായത്തിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന വമ്പന്മാരായിരിക്കുമല്ലോ, സാമ്പത്തികമായി മുന്നേറാൻ കഴിവുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ സാമ്പത്തികമായി മുന്നേറാൻ കഴിവുള്ളവർ വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇൻവെസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അവരുടെ സമ്പത്താണ് വർദ്ധിക്കുന്നത്. അത് ഒരു തട്ടിൽ അവർ വലിയ വലിയ സമ്പത്തുള്ള ആൾക്കാരുടേതായ ഒരു വിഭാഗം ക്രിയേറ്റ് ചെയ്യും, മറുതട്ടിൽ തൊഴിലില്ലാത്ത പാവങ്ങൾ, സാധാരണക്കാരായ ആൾക്കാർ, അവർ ലേബറേഴ്സ് എന്നൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്നുള്ള രീതിയിലുള്ള കുടിൽ വ്യവസായങ്ങളെയാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. ഹി ബിലീവ്ഡ് ദാറ്റ് ലാർജ് സ്കെയിൽ യൂസ് ഓഫ് മെഷീനറി ലെഡ് ടു ഡ്രഡ്ജറി ആൻഡ് മൊണോട്ടണി. അത് വൻതോതിൽ
മെഷീനറിയുടെ ഉപയോഗം, വ്യവസായവൽക്കരണം വന്നാൽ എന്ത് ഉപയോഗിക്കണം? മെഷീൻ ഉപയോഗിക്കണം. അപ്പോൾ വൻതോതിൽ മെഷീൻസിൻ്റെ ഉപയോഗം വരികയാണെങ്കിൽ അത് എന്തിലേക്ക് നയിക്കും? അത് ഡ്രെഡ്ജറി, അതേപോലെ തന്നെ മൊണോട്ടണി ഇടയാക്കുമെന്നുള്ളതാണ്. ഇറ്റ് വാസ് ഇൻ ഫേവർ ഓഫ് ഡിസെൻട്രലൈസ്ഡ് എക്കോണമി. അപ്പോൾ ഇവിടെ ഡ്രെഡ്ജറി ആൻഡ് മൊണോട്ടണി, വിരസതയും അതേപോലെ തന്നെ ഒരു വിഭാഗം ആൾക്കാരെ മാത്രം തീറ്റിപ്പോറ്റുന്ന അവസ്ഥയും ഉണ്ടാകും, മറ്റുള്ളവർക്ക് അവസരമില്ലായ്മയും വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് നാം ഒന്ന് നോക്കിയാൽ എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും ഏറ്റവും. ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, അതായിരിക്കും ആത്യന്തികമായി ഉണ്ടാകുന്ന ഫലം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തെന്നാൽ സ്ട്രോങ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി that may be try to promote the cottage industries. India has plenty of human resources, ബട്ട് ക്യാപിറ്റൽ സപ്ലൈ വാസ് പൂവർ. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാൽ വേണ്ടുവോളം ലേബർ ഫോഴ്സ് ഉണ്ട്. പക്ഷേ ഈ ലേബർ ഫോഴ്സിന് എല്ലാവർക്കും സ്വന്തമായി പണം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് സ്വന്തം ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് ലേബർ ഫോഴ്സ് വേണ്ടുമ്പോഴുമുള്ള ഒരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ സപ്ലൈ എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സിനെ അത് ക്യാപിറ്റലാണ് അവരുടെ കയ്യിൽ സപ്ലൈ ചെയ്യാനില്ലാത്തത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനാണ് അദ്ദേഹം കോട്ടേജ് ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തത്. ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ദാറ്റ് ഷുഡ് ബി ഫോളോഡ്. സോ ഗാന്ധിജി അഡ്വക്കേറ്റഡ് എ ഡിസെൻട്രലൈസ്ഡ് എക്കോണമി. ഗാന്ധിജി അതുകൊണ്ട് തന്നെ ഒരു വികേന്ദ്രീകൃത സമ്പത്തിന് വ്യവസ്ഥയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് എന്ന് പറയാം. അപ്പോൾ ഈ വികേന്ദ്രീകൃത സമ്പത്ത് വ്യവസ്ഥയിൽ ഉൽപ്പാദനം എന്നത് അത് സംഘടിത ശക്തിയായി വൻതോതിൽ വിവിധ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ദാറ്റ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ഇൻ എ ലാർജ് നമ്പർ ഓഫ് പ്ലേസസ് ഓൺ എ സ്മാൾ സ്കെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് എല്ലാം അത്തരത്തിലേക്ക് വരണം. പിന്നെന്താ, ആസ് ഗാന്ധിജി വാസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോട്ടേജ് ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസ്, ഹി സജസ്റ്റഡ് ഡീലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. അതായത് അദ്ദേഹം ഗ്രാമീണ മേഖലയുടെ വളർച്ചയും ഗ്രാമീണ മേഖലയിലുള്ള കുടിൽ വ്യവസായങ്ങളെയും ഡെവലപ്പ് ചെയ്യണമെന്ന ആശയത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ അദ്ദേഹം നിർദ്ദേശിക്കുന്ന എന്തെന്നാൽ ഇൻഡസ്ട്രീസിനെ എല്ലാം ഡീലൊക്കേറ്റ് ചെയ്യുക. അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തെന്നാൽ ഡിസെൻട്രലൈസേഷൻ that was the essential for the survival of democracy and for the establishment of non-violent state. അതായത് ഡിസെൻട്രലൈസേഷൻ ഇമ്പോർട്ടൻസ് കിട്ടണം. അത് വികേന്ദ്രീകൃതം, അത് പവറായാലും അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ആയാലും എന്ത് ചെയ്യുക, അത് ഡിസെൻട്രലൈസ് ചെയ്യുക. അപ്പോൾ അതെന്തിനു ഗുണം നൽകും? നമ്മുടെ ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ അതിജീവനത്തിന്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശ്വാസത്തിൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ സംവിധാനത്തിൽ ജനകീയമായിട്ട് ഇടപെടുവാനും അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുവാനും പറ്റിയ ഒരു ജനസമൂഹം ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് ഇടപെടുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനും അവരുടേതായ തൊഴിൽ ശക്തി, അവരുടെ ലേബർ ഫോഴ്സ്, ആ ഹ്യൂമൻ റിസോഴ്സസ് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു നോൺ വയലൻ്റ് സ്റ്റേറ്റിൻ്റെ പശ്ചാത്തലം ഇവിടെ ഒരുക്കിക്കൊണ്ട് അക്രമാസക്തമല്ലാത്ത ഒരു ജനസമൂഹത്തിൻ്റെ നിലനിൽപ്പിൽ ജനങ്ങളുടെ തൊഴിൽ ശക്തിയെ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന തൊഴിലവസരങ്ങൾക്ക് പര്യാപ്തമായ ഇടങ്ങൾ, അതിനെ പറ്റുന്ന കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതിനെ പറ്റുന്ന നാമമാത്രമായ ചെറുകിട വ്യവസായങ്ങൾ, ഇവയെല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കേണ്ടതാണ് എന്നതായിരുന്നു ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. Then Gandhi preferred the decentralization of small units of production to the concentration of large-scale units in few places. He wanted to carry the production units to the home of masses, then particularly in villages. Cottage and village industries help in increasing employment. Commodities can be produced cheaply as there is no need for a separate establishment. Very few tools are needed. There is no problem of storage. Transport cost is negligible. അപ്പോൾ ഗാന്ധിജി എന്താണ് താല്പര്യപ്പെട്ടത്? ഡിസെൻട്രലൈസേഷൻ, സ്മാൾ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ലാർജ് സ്കെയിൽ യൂണിറ്റ്സ് ഇൻ ഫ്യൂ പ്ലേസസ്. വൻതോതിൽ കുറച്ച് ഏരിയയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഉൽപ്പാദക യൂണിറ്റുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാകണം എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കാരണം എന്തെന്നാൽ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ആ ഒരു പ്രവർത്തനം അത് തീർച്ചയായിട്ടും വീടുകളിൽ വേണമെങ്കിലും ധാരാളം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലെ കോട്ടേജ് ഇൻഡസ്ട്രീസ്, വില്ലേജ് ഇൻഡസ്ട്രീസ് ഇവയെല്ലാം തന്നെ വൻതോതിൽ തൊഴിൽ നൽകുവാൻ സഹായകമാകുമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ചില സാധനങ്ങളെല്ലാം തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് എന്ന രീതിയിൽ വരുന്നില്ല. വളരെ കുറച്ച് ടൂൾസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതുണ്ടാകും. അതുകൊണ്ട് there
ഈസ് നോ പ്രോബ്ലം ഓഫ് സ്റ്റോറേജ്. ചെറിയ ചെറിയ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ എടുത്ത് ചെയ്യാൻ പറ്റുന്നതും വലിയ വലിയ വില വരുന്ന ടൂൾസിൻ്റെ ഉപയോഗമില്ലാത്തതുമായ രീതിയിൽ പ്രൊഡക്ഷൻ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്താൻ സാധിക്കും. അവിടെ ട്രാൻസ്പോർട്ട് കോസ്റ്റും നെഗ്ലിജിബിൾ എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. Then again, there is no overproduction and wastage of competition. All these factors make the production by the small units economical and thus provide logic to the Gandhian scheme of decentralization of village and cottage industries. Integration of cottage industries with agriculture that provides work to the farmer in their spare time and thus harness all the energies that അറ്റ് പ്രസൻറ്റ് റൺ ടു വേസ്റ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. ഇവിടെ അനാവശ്യമായ ഉൽപ്പാദനമോ അതേപോലെ തന്നെ കോമ്പറ്റീഷൻ്റെ ഒരു നിലനിൽപ്പോ ഒന്നും ഉണ്ടാവില്ല. നമ്മളുടെ ഗ്രാമീണ മേഖലയിൽ എന്ന് പറയുമ്പോഴേക്കും തൊഴിലിടങ്ങൾക്ക് ആവശ്യമായ ചില ഘടകങ്ങളെല്ലാം അവിടെ ലഭ്യമാണ്. അതേപോലെ തന്നെ സ്മാൾ യൂണിറ്റ് ഓഫ് എക്കണോമിക്കൽ ഫാക്ടേഴ്സും, അത് സ്മാൾ യൂണിറ്റ് ഓഫ് എക്കണോമിക്കൽ ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഗാന്ധിയൻ സ്കീം എന്ന് പറയുമ്പോൾ ഡിസെൻട്രലൈസേഷനിൽ അധിഷ്ഠിതമാണ്. അത് പ്രധാനമായിട്ടും ഗ്രാമീണ തലത്തിലുള്ള വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസാണ്. അപ്പോൾ ഈ കോട്ടേജ് ഇൻഡസ്ട്രീസിനെ നമ്മുടെ അഗ്രികൾച്ചർ മേഖലയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അതിനെ ഏകോപിപ്പിക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഫാമേഴ്സിനും തീർച്ചയായിട്ടും അവരുടെ സ്പെയർ ടൈം യൂസ് ചെയ്തുകൊണ്ട് ഈ കോട്ടേജ് ഇൻഡസ്ട്രീസും അഗ്രികൾച്ചറൽ ഏരിയാസുമായി ലിങ്ക്ഡായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ അവസരമുണ്ടാകും. അപ്പോൾ അവരുടേതായ ആ ഒരു ഗ്രാമീണ മേഖലയുടെ ജനങ്ങളുടെ എനർജി മൊത്തത്തിൽ ആ ഒരു കാര്യത്തിലേക്ക് അവർക്ക് കൃഷിയിലും കോട്ടേജ് ഇൻഡസ്ട്രീസിലുമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് തീർച്ചയായിട്ടും യാതൊരു തരത്തിലും അവരുടെ എനർജിയെ വേസ്റ്റ് ആക്കുകയുമില്ല. In fact, these industries are best suited to the rhythm of rural life. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഗ്രാമീണ മേഖലയിലെ കൃഷിയും അതുപോലെ തന്നെ കോട്ടേജ് ഇൻഡസ്ട്രീസും അതിനെ സംയോജിതമായ രീതിയിൽ സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് അത് തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ കർഷകർക്ക് തൊഴിലിടങ്ങൾ വേണ്ടുവോളം കിട്ടും. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ വ്യവസായങ്ങളെല്ലാം തന്നെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുവാനായിട്ട് സഹായകമാകും. അതുപോലെ അവരുടെ ബേസിക് റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുവാനും സാധിക്കുമെന്നുള്ളതാണ്. സോ ദേ not only remove poverty and unemployment from the villages but also make them self-sufficient economic units. ഇതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. സോ ഇൻ ഫാക്ട് ദീസ് ഇൻഡസ്ട്രീസ് ആർ ബെസ്റ്റ് suited to the rhythm of social life or rural life. These industries increase the income of villagers and satisfy the needs and the requirement of the rural mass. That is the ideas about rural people according to Gandhi. Then the fourth point is relating to Khadi industry. Khadi industry. You see, every Indian needed at least 13 yards of cloth per year. Gandhiji believed that multiplication of mills could not solve the problem of cloth supply. Therefore, he stressed the development of Khadi industries. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. നമ്മുടെ ഇന്ത്യയിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് 30 yards ഓഫ് ക്ലോത്ത് എന്ന് ആവശ്യമാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ ആ ഒരു എമൗണ്ട് ഓഫ് ക്ലോത്താണ് നമുക്ക് ഇന്ത്യൻ പീപ്പിളിന് എന്ന രീതിയിൽ വേണ്ടി വരുന്നത്. അതുകൊണ്ട് കുറേയധികം മില്ലുകൾ, ക്ലോത്ത് മില്ല് ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കണമെന്നില്ല. ക്ലോത്ത് സപ്ലൈക്ക് ആവശ്യമായ രീതിയിൽ 30 yards ഓഫ് ക്ലോത്ത് പ്രൊഡക്ഷൻ ധാരാളം ക്ലോത്ത് മില്ലുണ്ടാവുക എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് therefore he stressed the development of ഖാദി ഇൻഡസ്ട്രി. അതുകൊണ്ട് ഈ ഇന്ത്യൻ പീപ്പിളിൻ്റെ വസ്ത്രത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അത് ലോക്കൽ ലെവലിൽ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കണം. അതിന് ഗ്രാമീണ മേഖലയിൽ ഖാദി അഥവാ കൈത്തറി വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കണം. ഫോർ ഗാന്ധിജി ഖാദി വാസ് ദ സിംബൽ ഓഫ് യൂണിറ്റി ഓഫ് ഇന്ത്യൻ ഹ്യൂമാനിറ്റി ഓഫ് ഇറ്റ്സ് എക്കണോമിക് ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. ഖാദി എന്ന് പറയുന്നത് ഇന്ത്യൻ ഹ്യൂമാനിറ്റിയുടെ, ഇന്ത്യയിലെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും നല്ലൊരു യൂണിറ്റിയുടെ സിമ്പലായിട്ടാണ് ഖാദിയെ അദ്ദേഹം കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ജനതയ്ക്ക് ഒരു എക്കണോമിക് ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യവും സമത്വവും നൽകുവാനായിട്ട് ഖാദി ഉപകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. സോ ഖാദി മീൻസ്
the decentralization of production and distribution to the necessaries of human life. അപ്പം ഈ ഖാദി അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യാനായിട്ട് ഉപകരിക്കും എന്നുള്ളതാണ്, തൊഴിലിടങ്ങൾ ഡിസെൻട്രലൈസ് ചെയ്യുവാനായിട്ട് ഉപകരിക്കും. അപ്പോൾ ആ ഡിസെൻട്രലൈസേഷൻ, ഉൽപ്പാദന മേഖലയെ ഡിസെൻട്രലൈസ് ചെയ്യാം, വികേന്ദ്രീകരിക്കാം. അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഐറ്റംസ്, ഉൽപ്പന്നം എന്താണോ അത് താഴെത്തട്ടിൽ മാനുഷിക ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിലേക്ക് ഇതിന് ലോക്കൽ ലെവലിലുള്ള ഗ്രാമീണ ജനതയിലുള്ള ആളുകൾക്കത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. സോ ഖാദി മൂവ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കണമെന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. സോ ഖാദി മൂവ്മെൻറ്റ് ബിഗാൻ ഓൺലി ആഫ്റ്റർ ഗാന്ധിജി ഈസ് റിട്ടേൺ ഫ്രം സൗത്ത് ഇന്ത്യ. ഈ ഖാദി മൂവ്മെൻറ്റ് ഇവിടെ തുടങ്ങിയത് സൗത്ത് ഇന്ത്യയിൽ പോയി അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന രീതിയിൽ വന്നത്. സോ ഹി ബിലീവ്ഡ് ദാറ്റ് ഖാദി ഇൻഡസ്ട്രി വുഡ് സേവ് മില്യൺസ് ഓഫ് പീപ്പിൾ ഫ്രം സ്റ്റാർവേഷൻ ആൻഡ് വുഡ് സപ്ലിമെൻറ്റ് ദ ഏണിങ്സ് ഓഫ് പുവർ പീപ്പിൾ. അദ്ദേഹം എന്തുകൊണ്ട് ഖാദി ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ഖാദി വ്യവസായത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഗ്രാമീണ മേഖലയിൽ കൊടുക്കുക. ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങളെ നിങ്ങൾ നോക്കുക, സാധാരണക്കാരായ ആൾക്കാരാണ്. അപ്പോൾ ഈ കൈത്തറി നൂല് നെയ്യുന്ന ആ ഒരു ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ട വസ്ത്രങ്ങൾ നമ്മളുടെ മേഖലയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ എത്രയോ ജീവിതങ്ങളാണ് കരുപ്പിടിച്ച് എടുപ്പിക്കുവാനായിട്ട് അതിലൂടെ സാധിക്കുക. പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ പട്ടിണി മാറ്റാൻ ഉപകരിക്കും. അതുപോലെ തന്നെ അവർക്കതൊരു വരുമാനം ലഭ്യമാകുവാനായിട്ട് സഹായിക്കും. ടു ഹിം ദ മ്യൂസിക് ഓഫ് ദ സ്പിന്നിങ് വീൽ വാസ് സ്വീറ്റർ ആൻഡ് മോർ പ്രോഫിറ്റബിൾ ദാൻ ഹാർമോണിയൻസ്. അപ്പോൾ ഇവിടെ എല്ലാവരുടെ ഇടയിലും ഇത്തരത്തിലൊരു ഹാർമണി, സമൂഹത്തിൻ്റെ കെട്ടുറപ്പ്, ഒരു ദൃഢത, ഇതെല്ലാം എന്നതിനുപരിയായിട്ട് സ്പിന്നിങ് വീലിൻ്റേതായ ഒരു മ്യൂസിക്, അത് വളരെ മനോഹരവും വളരെ മധുരവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. He advocated the use of charka due to its advantages. ചർക്ക ഉപയോഗിച്ചു നൂല് കൊണ്ട് തുണി നെയ്യുക, കൈത്തറി, അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ചർക്ക ആവശ്യമുള്ളത് സ്മാൾ എമൗണ്ട് ഓഫ് മണിയല്ലേ, കുറഞ്ഞ രീതിയിലുള്ള മുതൽ മുടക്കി അതിൽ വരുവുള്ളൂ. ഇറ്റ് ഈസ് സിമ്പിൾ ഇൻ ഓപ്പറേഷൻ, അത് പ്രവർത്തിപ്പിക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് സ്റ്റഡി ഇൻകം, അത് നിരന്തരമായ ഒരു വരുമാനം തുടർച്ചയായി നൽകുകയും ചെയ്യില്ലേ. ഗ്രാമീണ ജനതയിലെ ആളുകളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു പ്രവർത്തനം കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് അത് മതി ജീവിക്കാൻ, അതുമായി മുന്നോട്ട് പോകാം. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ മൺസൂൺ. ഖാദിയുടെ ആ ഒരു പ്രവർത്തനം അത് മഴയെ ആശ്രയിച്ച് നിലകൊള്ളുന്നതല്ല. നമ്മളുടെ ഇടയിലെ അൺഎംപ്ലോയ്മെൻറ്റ് പരിഹരിക്കാനായിട്ട് ഇത് വൻതോതിൽ സഹായകമാകും. ചർക്ക, ഇറ്റ് വാസ് കൺസിഡേർഡ് ടു ബി ദ സിംബൽ ഓഫ് നോൺ വയലൻസ്. അക്രമരാഹിത്യത്തിൻ്റെ പ്രതീകമായിട്ട് ചർക്കയെ നമുക്ക് കാണാം. സോ ഹി സ്ലോഗൻ വാസ് സ്വരാജ് ത്രൂ സ്പിന്നിങ്. അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ എന്തായിരുന്നു? സ്വരാജ് ത്രൂ സ്പിന്നിങ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ. അദ്ദേഹത്തിൻ്റെ ഖാദി സ്കീമിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരുന്ന ഐഡിയാസ് എന്തൊക്കെയാണ്? ഗാന്ധിജിയുടെ ഖാദി സ്കീം: കമ്പൾസറി സ്പിന്നിങ് ഇൻ ആൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂൾസ്, കൾട്ടിവേഷൻസ് ഓഫ് കോട്ടൺ ഇൻ ഏരിയാസ് വെയർ ഇറ്റ് വാസ് നോട്ട് ഗ്രോൺ, ഓർഗനൈസേഷൻ ഓഫ് വീവിംഗ് ബൈ ദ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, all employees in the Department of Education, Corporation, Municipalities, District Boards and Panchayat should be required to pass a test in spinning, otherwise they may be disqualified. Then again, control of prices of handloom cloth woven of mill yarn. അടുത്തത്, imposition of a ban on the use of mill cloth in areas where hand woven cloth was in abundance. Use of hand spun cloth in all government and textile and weaving department. അടുത്തത്, the old cloth mills should not be allowed to expand and new ones should not be opened. Then again, import of foreign yarn or cloth should be banned. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖാദി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന സ്ലോഗൻ എന്താണ്? സ്വരാജ് ത്രൂ സ്പിന്നിങ്. ഈ ഖാദി സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്ത ആശയം എന്തൊക്കെയായിരുന്നു? നിർബന്ധമായും ലോകത്തിൻ്റെ എല്ലാ തലങ്ങളിലും, നമ്മുടെ ഇന്ത്യയുടെ എല്ലാ തലങ്ങളിലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂളിലെ യൂണിഫോം എന്താക്കുക? ഖാദി വസ്ത്രം. അതേപോലെ തന്നെ കോട്ടൺ കൾട്ടിവേഷൻ എവിടെയാണോ ഇപ്പോൾ നിലവിലെ കോട്ടൺ കൾട്ടിവേഷൻ ഇല്ലാത്തത് അങ്ങോട്ടെല്ലാം തന്നെ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള പരിശ്രമം ഉണ്ടാക്കുക. അതുപോലെ തന്നെ വീവിങ്ങിന് ഒരു സംഘടിതമായ സംരംഭം ഉണ്ടാവുക. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തരത്തിലുള്ള സംഘടനാ സംവിധാനം ഉണ്ടാക്കുക. മറ്റൊന്ന്, ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയീസ്
കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, ഡിസ്ട്രിക്ട് ബോർഡ്സ്, പഞ്ചായത്ത്. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിനെല്ലാം യൂണിഫോം ഉണ്ടാക്കുക. അപ്പോൾ അവർക്ക് ഇതിലൂടെയെല്ലാം എന്ത് കൊടുക്കുക, അവർക്കൊരു പാസ് ടെസ്റ്റ് സ്പിന്നിങ്ങിൽ കൊടുക്കാനും പറയുന്നുണ്ട്. സ്പിന്നിങ്ങിൽ അവർ വൈദഗ്ധ്യം നേടിയിട്ട് ഒരു ടെസ്റ്റ് നടത്താനും ആ ടെസ്റ്റിൽ പരാജയമാവുകയാണെങ്കിൽ അവരെ അതിനകത്ത് ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പ്രഖ്യാപിക്കാം. പിന്നെ ഹാൻഡ്ലൂമിൻ്റെ പ്രൈസസിലെ നിയന്ത്രണം, അത് പ്രധാനമായിട്ടും ഹാൻഡ്ലൂം ക്ലോത്ത് വൂവൻ ഓഫ് മില്യാൺ എന്നാ പറയുക, അത് നിയന്ത്രിക്കണം എന്നുള്ളതാണ്. മില്യാണുമായി ബന്ധപ്പെട്ട ഹാൻഡ്ലൂം ക്ലോത്തിൻ്റെ വില നിയന്ത്രണം ഏർപ്പെടുത്തണം. പിന്നെന്താ പറയുന്നത്, ഒരു നിയന്ത്രണം എന്ന രീതിയിൽ യൂസ് ഓഫ് മിൽക്ക് ക്ലോത്ത് ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരികയും ഹാൻഡ് വൂവൺ ക്ലോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ ഹാൻഡ്സ്പൺ ക്ലോത്ത് ഞങ്ങൾ ഗവൺമെൻറ് ആൻഡ് ടെക്സ്റ്റൈൽ വീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെയും ഉദ്യോഗസ്ഥർ അവർക്കും കൈത്തറി വസ്ത്രം പ്രൊമോട്ട് ചെയ്യണം. അടുത്തത് ഓൾഡ് ക്ലോത്ത് മിൽസ്, അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. അതുപോലെ നിലവിൽ പുതിയത് തുടങ്ങാനും അനുവദിക്കരുത്. അവിടെയൊക്കെ കൈത്തറിക്ക് പ്രാധാന്യം കിട്ടത്തക്ക രീതിയിൽ കൈത്തറിയുടെ മേഖലയെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. ഫോറിൻ ക്ലോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെഷീനറിയോ ഒന്നും തന്നെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യരുത്. അതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ ചർക്ക ഉപയോഗിക്കുക, പക്ഷേ ചർക്ക ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള പോവർട്ടിയെ ഇല്ലായ്മ ചെയ്യുവാനും അതുപോലെ തന്നെ വരുമാനം നേടുന്നതിനുള്ള ഒരു വഴി എന്ന രീതിയിലാണ് ചർക്കയെ അവതരിപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചർക്കയിൽ ആ ഒരു വിശ്വാസം, ആ ഒരു അടിസ്ഥാനമായ ആശയമെന്ന് പറഞ്ഞാലും അതിനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചൈൽഡിഷാണ്, സ്റ്റുപ്പിഡാണ് എന്ന രീതിയിലെല്ലാം പലരും വിമർശിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തത്, ഖാദിയെ വിമർശിക്കാനുള്ള കാരണം ആസ് എ നോൺ എക്കണോമിക് പ്രിപ്പോസിഷൻ എന്ന രീതിയിലാണ്. ബിക്കോസ് ഇറ്റ്സ് റഫ്നെസ് കോസ്ഡ് ഇറ്റ് ടു സോയിൽ മോർ ക്വിക്ക്ലി ദാൻ ദ മിൽ മെയ്ഡ് ക്ലോത്ത്. അപ്പോൾ ഖാദിയുടെ റഫ്നെസ്, അത് മിൽ മെയ്ഡ് ക്ലോത്ത് ഉണ്ടാവുന്ന റഫ്നെസ്സിനേക്കാളൊക്കെ കൂടുതലാണ് ഖാദിയുടെ ആ ഒരു റഫ്നെസ്. ആ റഫ്നെസ് ഒരുപക്ഷെ കോസ്ഡ് ഇറ്റ് ടു സോയിൽ മോർ ക്വിക്ക്ലി ദാൻ ദ മിൽ മെയ്ഡ് ക്ലോത്ത്. അതാണ് അവിടെ ആക്ഷേപത്തിനിടയാക്കിയിട്ടുള്ളത്. പിന്നെന്താണ്, ഇറ്റ് റിക്വയർഡ് മോർ ഫ്രീക്വൻറ്റ് വാഷിംഗ്. ഖാദി യൂസ് ചെയ്യുന്ന ആ ഒരു ക്ലോത്ത് കൂടുതൽ വാഷ് ചെയ്യാനായിട്ട് ഇട നൽകുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ആശയത്തിനെ പലരും ഈ ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, അതിനെ നിരാകരിക്കുന്നുണ്ട് ആശയത്തെ. പിന്നെ ഗാന്ധിജിയെ പറയുന്ന പോലുള്ള മെഷീനറി, മെഷീനറിയുടെ ആ ഒരു പ്രാധാന്യത്തെപ്പറ്റി ഗാന്ധിജി മെഷീനറിയെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദ യൂസ് ഓഫ് മെഷീനറി എന്ന രീതിയിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് മോഡേൺ ടെക്നോളജി, മോഡേൺ മെഷീനറി ആസ് ഗ്രേറ്റ് സിൻ, അതൊരു വലിയ പാപം എന്ന രീതിയിൽ അദ്ദേഹം പറയുക. ദെൻ ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ ഹ്യൂമൻ ഫ്രസ്ട്രേഷൻ. മെഷീനറി ഹ്യൂമൻ ഫ്രസ്ട്രേഷന് ഇട നൽകും, വയലൻസിന് ഇട നൽകും, യുദ്ധത്തിന് വഴിതെളിക്കുമെന്ന രീതിയിലാണ്. ഇറ്റ് വാസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെറ്റീരിയൽ വാണ്ട്സ്. ദ യൂസ് ഓഫ് മെഷീൻസ് ക്രിയേറ്റഡ് എ ക്ലാസ് ഓഫ് വെൽത്തി പീപ്പിൾ ആൻഡ് ലെഡ് ടു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഗാന്ധിജി വാസ് നോട്ട് അഗെയിൻസ്റ്റ് മെഷീനറി. മെഷീനറിക്ക് എതിരല്ല, പക്ഷേ മെഷീനറി ഇവിടെ കൊണ്ടുവന്നാൽ അത് പലതരത്തിലുള്ള ഇഷ്യൂസും ഇവിടെ ഉണ്ടാകും. പിന്നെ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് റീജനറേഷൻ ഓഫ് വില്ലേജസ് ഓർ വില്ലേജ് സർവോദയ എന്ന രീതിയിൽ ഗ്രാമീണ തലത്തിലുള്ള പല പരിപാടികളും ഗ്രാമീണ തലത്തിൽ ഏറ്റെടുത്ത് ചെയ്യണം. അതിനെ വൃക്ഷങ്ങളെ പരിപാലിപ്പിക്കുക, ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതേപോലെ തന്നെ സ്മാൾ ഡിസ്പെൻസറീസിന് രൂപം കൊടുക്കുക, അതേപോലെ തന്നെ സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ മാറ്റേഴ്സ് ഓഫ് ഫുഡ് ആൻഡ് ക്ലോത്തിങ്, ദെൻ റോഡ്സ്, ദെൻ ലാൻഡ് ലൈൻസ് ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ക്ലീൻ, ദെൻ പ്ലേസസ് ഓഫ് വർഷിപ്പ് ദാറ്റ് ഷുഡ് ബി ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലീൻ, then there should be gutters for drawing water in every lane. So the ideal of village sarvodaya that implied and that an ideal village must fulfill all these said conditions. Okay, so to conclude we can
wind up with the idea of എന്താ പറയുക റൂറൽ ഡെവലപ്മെൻറ്റ്, ഐഡിയ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ദാറ്റ് കൺഫൈൻസ് all these viewpoints. The points of Khadi, the points of regeneration of employment opportunities in regard in favors of village and village sarvodaya, then also use of machines, the Khadi scheme, then also Khadi industry and economic and non-violent economy, then decentralization, all these points and the ideas of Gandhiji that related to a rural economy and the development of cottage and khadi industries that will of course help the promotion and the upliftment of the rural community, and there is a need to enlarge the employment opportunities in the rural mass, then thereby the alleviation of poverty and unemployment that can be easily avoided according to Gandhi. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വികസനം ഗ്രാമീണ മേഖലയിൽ എങ്ങനെ നേടാം എന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു സെഷൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു അഗെയിൻ.